പരിശുദ്ധവാനികളിൽ വെച്ച് പതിവ് പോലെ ജപമാല, പരിശുദ്ധവാനിയുടെ വാഴ്വ് കഴിഞ്ഞിട്ട് പ്രദക്ഷിണമാണ്. നമ്മൾ ഇവിടെ ഇറങ്ങി ആനവാലിലൂടെ ഇറങ്ങി നമ്മുടെ കപ്പളയുടെ തെക്കുവശത്തൂടെ കറങ്ങി പള്ളിയുടെ വടക്കേ മുറ്റം വഴിയാണ് പള്ളിയുടെ തെക്കൻ മുറ്റം വഴി വീണ്ടും ആനവാതിലൂടെ അകത്ത് പ്രവേശിക്കും. ഇടയ്ക്ക് നിങ്ങൾ ഇടയ്ക്കുള്ള വാതിലിലൂടെ അവിടെ വരുമ്പോഴത്തേക്ക് വരുമ്പോൾ ഈ വാതിലിൽ കൂടെ ആ വാതിലിൽ കൂടെ കാലത്ത് കടക്കരുത്. എല്ലാവരും ആനവാതിലൂടെ തന്നെ പുറത്തേക്ക് പോവുകയും അകത്തേക്ക് വരികയും വേണം. നമ്മൾ പ്രദക്ഷിണം ആരംഭിക്കുമ്പോൾ മാതാവിൻ്റെ ലതീജിൻ്റെ പാട്ട് ആരംഭിക്കും. നമ്മളെല്ലാവരും ആത്മീയമായ പാട്ടിൽ സംബന്ധിക്കുകയോ അല്ലെങ്കിൽ ജപമാല ചൊല്ലിക്കൊണ്ട് വേണം പ്രദക്ഷിണം നടത്താൻ. ജപമാലയുടെ ഇടയ്ക്ക് സംസാരിക്കുക, ചിലർ മൊബൈൽ കുത്തുക, അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെയുള്ളവരാരും പ്രദക്ഷിണത്തിൽ പങ്കെടുക്കരുത്. നേരെ വീട്ടിലേക്ക് പോകുക. ഒരു ഭക്താനുഷ്ഠാനത്തിൽ പങ്കെടുക്കുമ്പോൾ അതറിയിക്കുന്ന ഭക്തിയുടെ ബഹുമാനത്തോടെ വേണം നമ്മൾ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുക. ആ കാര്യത്തിൽ എല്ലാവരെയും ശ്രദ്ധാപുരത്തിനുണ്ടായിരിക്കണം. നമുക്ക് വേണ്ടി ഇന്ന് അർപ്പിക്കുന്നത് മുഹമ്മദ് ശ്രീമയാസിനുള്ള ഫാദർ സനു വലിയ വീട് എന്ന വൈദികനാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നാം വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ജപമാലയുടെ യോഗം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇടവകയിലെ അഭിവൃദ്ധിക്കും വിശ്വാസവർദ്ധനത്തിനും ഈശോയുടെ നല്ല മക്കളായി ജീവിക്കുന്നതിന് വേണ്ടിയുള്ള അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ധാരാളം ദൈവങ്ങളുണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഭക്തപൂർവ്വം ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കാം. പ്രദർശനം കയറി കഴിയുമ്പോൾ ഇവിടെ മരുത്തോർ വട്ടം പുണ്യവാളൻ എന്നുള്ള ഒരു യൂട്യൂബ് ഗാനത്തിൻ്റെ റിലീസുണ്ട്. നമ്മുടെ മുൻ വികാരി ഫാദർ ഇഗ്നേഷ്യസ് റിലീസിനാണ് അതിൻ്റെ ഗാനരചനയും അതിൻ്റെ സംഗീത സംവിധാനവും. അത് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ കയ്യിൽ രംഗം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജേക്കബ് ജോൺ പുറംവിളി. ജേക്കബ് ജോൺ പുറംവിളി എന്ന സഹോദരനാണ് നിർമ്മാണത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ആലാപനമാണ് അദ്ദേഹത്തിൻ്റെ മകൻ ജോൺ ജേക്കബ് പുറംവിളി. പിന്നെ അത് കോർഡിനേറ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സംസ്ഥയാണ്. നല്ല ഗാനം രചിക്ക് പുണ്യവാളിനെ പറ്റി നല്ല ഒരു ഗാനം സംവിധാനം ചെയ്തുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിജയാശംസകളും നേരുന്നു. അതിൻ്റെ റിലീസുണ്ട്. അത് കഴിയുമ്പോഴാണ് നമ്മുടെ നേർച്ച വിജയവും നേർച്ച സ്വീകരണവും. നമുക്ക് ഭക്തത്വം സംബന്ധിക്കാം. അവർ നശിച്ചു കഴിയുമ്പോൾ അവരെ അനുകരിച്ച് വഞ്ചിതരാകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ജനം ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് അവർ എപ്രകാരം തങ്ങളുടെ ദൈവമാരെ സേവിച്ചു എന്ന് നിങ്ങൾ അന്വേഷിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത്. കർത്താവ് ഇറക്കുന്ന സകല പിതാവിനെ പോലെയും യുവാക്കന്മാരെ സഹോദരന്മാരെ പോലെയും പ്രായജന സ്ത്രീകളെ മാതാപിതാക്കളെ പോലെയും യുവതികളെ നിർമ്മലതയോടെ സഹോദരന്മാരെ പോലെയും പരിഗണിച്ച് ഉപദേശിക്കുക. യഥാർത്ഥത്തിൽ വിധവകളായിരിക്കുന്നവരെ ബഹുമാനിക്കുക. എന്നാൽ വിധവയ്ക്ക് മക്കളോ മക്കളുടെ
ഉയർത്തുമെങ്കിൽ അവർ ആദ്യമായി തങ്ങളുടെ നമുക്ക് ശ്രദ്ധാപൂർവ്വം സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. ശിക്ഷാവിധി കാണാതാരിയം ഉത്ഥാനമേറും ഞാൻ ആവട്ടെ ദിവ്യമായി ബലി നൽകിയും നിത്യവാഴ്വത്തിൽ ദൈവികദാനങ്ങൾ നിങ്ങളിൽ പൂർണ്ണപ്രേമാസ്വിത്തൂവട്ടെ. കുരിശാലെ മുദ്രിതരായ